ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചിരുന്നൊരു സംശയമാണ് ഈ ലാബ് ഇതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ഡൗട്ട്സും, ബേസിക് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. കാരണം ലാബ് എക്സാം ഇങ്ങനെ എത്തി, ജാനുവരി സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 2 ആണ് ജാനുവരി. അപ്പം ജാനുവരി 15 ഒക്കെ ആകുമ്പോൾ മോഡൽ തുടങ്ങും ലാബിൻ്റെ. പിന്നെ പ്രാക്ടിക്കൽ പബ്ലിക് എന്ന് പറയുന്നത് ജാനുവരി 22 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എത്തി. ഇപ്പം വേറൊരു കാര്യം പറയുന്നത്, നമ്മൾ കുറേ സ്റ്റുഡൻസ് പറയുന്നത് ഇങ്ങനെയാണ്, അത് ലാബ് കുറേ മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഫിസിക്സിൻ്റെയൊക്കെ ഞാനിന്ന് പറയാൻ പോകുന്ന ഫിസിക്സും ബയോളജിയൊക്കെയാണ്. അപ്പം ഞാൻ ഫിസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫിസിക്സൊക്കെ മിസ്സായവരെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, ഫിസിക്സിൽ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ലാബാണ്. അതായത് ഇപ്പോൾ നമുക്ക് കെമിസ്ട്രി എടുത്ത് പറയുകയാണെങ്കിൽ സോൾട്ട് അനാലിസിസ്, പിന്നെ ഈ വോളിമെട്രിക് ആയിട്ടുള്ള അനാലിസിസ് എന്നൊക്കെ പറയുന്നത് അതിൽ കുറേ റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പോൾ പ്രൊസീജിയർ എല്ലാ പ്രൊസീജിയറും സെയിം അല്ലെങ്കിൽ കൂടി അതിൽ നമ്മളിപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് പ്രൊസീജിയറൊക്കെ സെയിമാണ്. സോ നമുക്ക് കെമിസ്ട്രി അത്ര വലിയ കുഴപ്പം വരില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരെണ്ണം ചെയ്താൽ തന്നെ അതിൻ്റെ അതേ പ്രൊസീജിയർ ആണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. ഭയങ്കര ഈസി അല്ല, എന്നാലും ഈസി ആയിരിക്കും. കുറേ കാര്യങ്ങളുണ്ട്, അതാണ് ഈസി അല്ലെന്ന് പറഞ്ഞത്. പക്ഷെ എന്നാലും നമുക്ക് ക്യാച്ചപ്പ് കിട്ടും. പക്ഷേ ഇവിടെ നമ്മളെടുത്ത് പറഞ്ഞ സമയത്ത് ഫിസിക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഓരോ എക്സ്പെരിമെൻറ്റും സെപ്പറേറ്റ് ആണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ബയോളജി ഫിസിക്സാണ്. ഞാൻ ഫസ്റ്റ് ഫിസിക്സാണ് എടുക്കുന്നത്. അപ്പോൾ ഫിസിക്സ് എന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഇത്രയും എക്സ്പെരിമെൻറ്റ്സ് ആണ് നമുക്ക് ചെയ്യുന്നത് +1ലും +2ലായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതായത് +1 കുറേ എക്സ്പെരിമെൻ്റ് ഉണ്ട്. നമ്മളിപ്പം നമ്മളെ സ്റ്റേറ്റ് സിലബസ് അനുസരിച്ച് പറയുകയാണെങ്കിലും അതിന് CBSEയിലൊക്കെ +2ലാണ് ലാബ് ഉള്ളത്. അപ്പോൾ നമ്മൾ +1 പഠിക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, +2ൽ വന്നിട്ട് ലാബിൽ ചെയ്യണം. അപ്പോൾ ഇത് +1 പാർട്ടാണ്, ഇത് +2 പാർട്ടാണ്. അപ്പോൾ ഇത്രയും എക്സ്പെരിമെൻ്റാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. പക്ഷേ ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഞാനിപ്പോൾ ടിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എനിക്ക് സാറ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. എൻ്റെ ടീച്ചേഴ്സ് സ്കൂളിൽ ചെയ്യിപ്പിച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്. അതായിരിക്കും ഞങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. അതുതന്നെ നിങ്ങളുടെ ഇതിലും ചിലപ്പോൾ ഇതേപോലെ സെയിം ആകണമെന്നില്ല, ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരാം. എന്തായാലും ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് എക്സാമിന് ചോദിക്കാം. വേറൊരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യില്ല, പുറത്തുനിന്ന് എടുത്തിട്ട് ചോദിക്കത്തില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ബേസിക്കലി നിങ്ങൾ ഏതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കിപ്പം നിങ്ങൾ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിച്ചത് കൺഫേം ചെയ്യാം. ആ എക്സ്പെരിമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് എക്സാമിന് ചോദിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പല സ്കൂളിലും എല്ലാ ഫെസിലിറ്റിയും ഉണ്ടാവണമെന്നില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. പക്ഷെ അത് എൻ്റെ സ്കൂളിൽ ചെയ്യിച്ചിട്ടില്ല. കാരണം അതിൻ്റെ മെത്തേഡ് കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് വേണം. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത് നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യില്ല, ആ എക്സാമിന് നമുക്ക് ഈ എക്സാമിന് ഇത് ചോദിക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് നോക്കി മനസ്സിലാക്കാം. അതാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഐറ്റംസ് ആണ്. എന്താണ് ഐറ്റംസ്, സ്ക്വയറായിട്ടൊക്കെ എഴുതിയിട്ടുള്ളത് വായിച്ചാൽ മനസ്സിലാവും. എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി തരാം. അതായത് പ്രിൻസിപ്പിൾസും തിയറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ റെക്കോർഡ്, അതായത് ടീച്ചർ സാറ് ഞങ്ങൾക്കൊരു പ്രിൻ്റാണ് തന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ പ്രിൻ്റ്. ഈ പ്രിൻ്റ് തന്നിട്ട് ഞങ്ങൾക്ക് സാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഇപ്പം വേണേഴ്സ് കാപ്പിലറി ആണ്, അത് നമ്മൾ ഫസ്റ്റ് ചെയ്യാനായിട്ട് പ്രിൻ്റ് കൊണ്ടുവരാൻ പറയും. ഫസ്റ്റ് നമ്മൾ എല്ലാ പ്രിൻറ്റും കൂടി എടുത്ത് വെച്ചിട്ട് ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് റെക്കോർഡ് ബുക്കിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് എഴുതിയിട്ട് അത് സാറിനെ കൊണ്ടുപോയി സാറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോ എക്സ്പെരിമെൻറ്റ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴൊക്കെയാണ് എഴുതി വെച്ചത്, നേരത്തെ ഇങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു ഈ സൈഡിലൊക്കെ. അപ്പോൾ സാറിന് ചെക്ക് ചെയ്യുന്നവരെ എഴുതിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. സാറ് ചെക്ക് ചെയ്ത ശേഷം ഞാൻ എഴുതി വെച്ചു. കാരണം എന്ന് വെച്ചാൽ ഇനി ഇതൊന്നും ആവശ്യമില്ല, ഇനി നമുക്ക് റെക്കോർഡ് ബുക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചത്. അപ്പോൾ ഞാൻ എന്താണ് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറി എന്ന് പറഞ്ഞിട്ട്. പ്രിൻസിപ്പിൾ ആൻഡ് തിയറി ശബ്ദം 5 മാർക്ക് എന്നാണ് തന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പ്രൊസീജിയർ തന്നിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ പേജിൽ അവിടെ എയിമും പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സാമിൽ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. നമ്മൾ എയിം, അപ്പാരറ്റസ്, പ്രിൻസിപ്പിൾ ഇതൊക്കെ ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകെ 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ചെയ്താൽ മതി. അപ്പം 2 ക്വസ്റ്റ്യൻസിൽ
ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 എക്സ്പെരിമെൻറ്റ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്ന 18 മാർക്സ് ആണ്. 2 എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ 36 മാർക്സ് കിട്ടും. അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഈ കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ഉടനെ ചെയ്ത് തുടങ്ങരുത്. ഫസ്റ്റ് നിങ്ങൾ എയിം എഴുതുക, പിന്നെ അപ്പാരറ്റസ് എഴുതുക, പ്രിൻസിപ്പിൾ എഴുതുക. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇക്വേഷൻ മറക്കരുത്. പിന്നെ ഇക്വേഷൻ നോട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട്, MCR, VCR, ഇതൊക്കെ ഇതിൻ്റെ VSR. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. പിന്നെ ഈ ടോട്ടൽ റീഡിങ് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻസിപ്പിൾ എഴുതി കൊടുക്കണം. ഓക്കെ. അപ്പോൾ പിന്നീട് ഈ വോളിയം ഓഫ് ദ സ്പിയർ പഠിച്ച് വെക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് ചെയ്യേണ്ട എക്സ്പെരിമെൻ്റ് എന്ന്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ഇൻസ്ട്രക്ഷൻ. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ഈ എയിം എന്ന് പറയുമ്പോൾ പൊതുവേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാകും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്താണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാവും എയിം. എന്നിരുന്നാലും നിങ്ങളൊന്ന് പഠിച്ച് വെച്ചേക്കാം. എയിം ജസ്റ്റ് എന്തെങ്കിലും നോക്കി വെച്ചേക്കാം. പ്രധാനമായിട്ട് അപ്പാരറ്റസ് പ്രിൻസിപ്പിളാണ് നോക്കേണ്ടത്. ഓക്കെ ആണോ? എന്നിട്ട് നിങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ ടേബിൾ നിങ്ങൾ കാണാതെ എഴുതണം. ടേബിൾ വരച്ചതിന് ശേഷം താഴെ കൊടുത്തിട്ട് ഈ സംഭവം എഴുതിയതിന് ശേഷം സാറിനെ കൊണ്ടുപോയി അത് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് ആണ് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. സാറോ ടീച്ചറോ ആരും ആവട്ടെ, ചിലപ്പോൾ 2 ടീച്ചേഴ്സാണോ ഉണ്ടാവുക. ഒന്ന് എക്സ്റ്റേണൽ വാല്യൂഷന് വേണ്ടിയിട്ട് വേറൊരു ടീച്ചർ, പുറത്തുനിന്ന് വന്ന ടീച്ചറും പിന്നെ ഒരു ടീച്ചറും നിങ്ങളെ പഠിപ്പിക്കുന്ന ഫിസിക്സ് ടീച്ചറോ ആയിരിക്കും. എന്ന് വെച്ചാൽ ആ ടീച്ചറിൻ്റെ അടുത്ത് കൊടുത്തത്. അപ്പോൾ ഏതിലൊരു ടീച്ചറിൻ്റെ അടുത്തായിരിക്കും ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ കൊണ്ട് കൊടുക്കേണ്ടത്. മാക്സിമം നിങ്ങളുടെ ടീച്ചർ തന്നെ ആയിരിക്കും. എന്നിട്ട് ലാസ്റ്റ് ആയിരിക്കും എക്സ്റ്റേണൽ വാല്യൂഷന് വന്ന ടീച്ചറിന് കൊടുക്കേണ്ടതായിട്ട് വരിക. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചാൽ അത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ കൊണ്ട് കൊടുക്കുക, ചെക്ക് ചെയ്ത് വായിക്കുക, എന്നിട്ട് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പല ക്ലാസ്സസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഈ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം എക്സാമിന് വേണ്ടിയിട്ട് ഇനി അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ചോദിക്കാം, വീഡിയോസായിട്ട് ആഡ് ചെയ്യാം. അത് ഏതൊക്കെ ചാനൽസാണ് ഞാൻ നോക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അത് സെപ്പറേറ്റ് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാം കൂടി ഈ വീഡിയോയിൽ നിറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നോക്കാം, എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ബേസിക് ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ സെറ്റിംഗ് അപ്പ് ഓഫ് അപ്പാരറ്റസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 മാർക്കാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കില്ലേ. അറേഞ്ച് ചെയ്ത് വെച്ചാൽ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു സെറ്റിംഗ് അപ്പ് ഉണ്ടാവണം. അതിനാണ് നിങ്ങൾക്ക് 2 മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് ഒരു 6 മാർക്കുണ്ട്. അതൊക്കെ ടീച്ചർ നിരീക്ഷിക്കും. പിന്നീട് അടുത്തത്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പല ആൾക്കാരും മറന്നു പോകുന്നതും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഇത്. റിസൾട്ട് ഇൻ SI യൂണിറ്റ്സ് ആൻഡ് ഓർ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റിസൾട്ട് ഉറപ്പായിട്ട് SI യൂണിറ്റ്സിൽ എഴുതണം. ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് നോക്കി, ഇതിൻ്റെ റിസൾട്ട് സമയത്ത് ഇവിടെയാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ എൻ്റെ പ്രിൻറ്റിൽ മീറ്റർ ക്യൂബ് എന്ന് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ ആ വാല്യൂ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ എക്സാമിന് പോയി എഴുതുന്ന സമയത്ത് ഈ കാര്യം പറയാൻ മറന്നു, ഈ റിസൾട്ട് എഴുതണം. ലാസ്റ്റ് നിങ്ങൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞ് ബോക്സൊക്കെ വരച്ച് കഴിഞ്ഞ ശേഷം ഈ റിസൾട്ട് ഒന്ന് എഴുതണം. ഇതിൻ്റെ വോളിയം ഓഫ് സ്ഫിയർ എന്ന് വരച്ചിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ റിസൾട്ടിൻ്റെ കൂടെ ഈ SI യൂണിറ്റും കൂടി എഴുതണം. ഓക്കെ. കാണാമെന്ന് വിചാരിക്കുന്നു. SI യൂണിറ്റും കൂടി എഴുതണം. ഓക്കെ. അപ്പം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, 4 മാർക്ക് കൂടി കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ആ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ഒരു മാർക്ക് കിട്ടും. ആ ഒരു മാർക്ക് കൂടി കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻറ്റിന് 18 മാർക്ക്, അതായത് ഇത്രയും കൂട്ടിയിട്ട് 18 മാർക്കാണ്. പിന്നീട് 2 എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു 2 എക്സ്പെരിമെൻ്റ്. അപ്പോൾ 2 എക്സ്പെരിമെൻറ്റ് നോക്കുകയാണെങ്കിൽ 2 × 18 36 മാർക്കിലേക്ക് നിങ്ങൾക്ക് 2 എക്സ്പെരിമെൻറ്റ് കിട്ടുന്നത്. എന്നിട്ട് ബാക്കി 4 മാർക്ക് എന്ന് പറയുന്നത് റെക്കോർഡാണ്. അപ്പോൾ റെക്കോർഡ് എടുക്കുക ഒരിക്കലും മറക്കരുത്. ഞങ്ങളുടെ സ്കൂളിലൊക്കെ കുറേ ചേച്ചിമാർ കഴിഞ്ഞ വർഷം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ 4 മാർക്ക് വെച്ച് പോയിട്ടുണ്ട്. ഓക്കെ. ബട്ട് ഈ സാറ് ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറിന്, അപ്പോൾ സാറ് പറയാറുണ്ട് ഇങ്ങനെ. ഓക്കെ. പിന്നെ നമുക്ക് ഓൾറെഡി ടൈം ഉള്ളത് എന്ന് പറയുന്നത് 3 hours ആയിരിക്കും. 3 hours ഉണ്ടെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. നമുക്ക് ഒരുപാട് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭയങ്കര ലൂസായിട്ട് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അത് ലൂസ് മൈൻഡോടെ ചെയ്യരുത്. എന്ന് വെച്ചാൽ അത് കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ട് പോകരുത്. കാരണം 2 എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ചെയ്യുകയും വേണം. അതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കാര്യം. ഓക്കെ. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇവിടെ ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വെക്കേഷൻ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോയി സർട്ടിഫൈ ചെയ്യാൻ മറക്കരുത്. കാരണം സർട്ടിഫൈ ചെയ്യാൻ ഇനിയൊരു ഡേറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ വെക്കേഷൻ, ഇപ്പോൾ ഇന്ന് നാളെ പിന്നെ മറ്റന്നാൾ അത്ര ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ എക്സാമിന് പഠിക്കാനുള്ളവരാണെങ്കിലും
ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന് പഠിക്കാനുള്ളവരുണ്ട്, അതേപോലെ തന്നെ ഹിന്ദി എക്സാമിന് പഠിക്കാനുള്ളവരുണ്ട്. അവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ദിവസം ഇരുന്ന് എന്ത് ചെയ്യുക, ഇത് എഴുതി തീർത്ത് നിങ്ങൾക്ക് തിങ്കളാഴ്ച എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും. ആ സമയത്ത് ഇതുകൊണ്ട് സർട്ടിഫൈ ചെയ്യാം. ഓക്കെ, ഇത് റെക്കോർഡ് ബുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ സർട്ടിഫൈ ചെയ്തില്ല, അപ്പോൾ എനിക്ക് അന്നാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു വീഡിയോ ഫുള്ളായി. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞത് ഫിസിക്സും ബയോളജിയും ഉണ്ടെന്നാണ്. പക്ഷേ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ബയോളജി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫിസിക്സിൻ്റെ വീഡിയോ ആണ്. പിന്നെ അതേപോലെ തന്നെ ബയോളജിയിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലും അത് ഇതിൻ്റെ താഴെ കൊടുക്കണേ. അപ്പോൾ മാത്രമേ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടി അതും കൂടി അറിയിക്കുക. അപ്പോൾ നമുക്ക് ബയോളജി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അതിൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ട് ബയോളജിയിലേക്ക് കിടക്കാം. പിന്നെ നാളെ ഞാൻ കെമിസ്ട്രിയും പിന്നെ മാത്സും കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം അത് പറയാൻ പറ്റില്ല, എനിക്ക് കുറേ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, പിന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു തീർക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പഠിച്ചെത്താനായിട്ട് കുറച്ച് സമയം വേണം, ക്ലാസ്സസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യും. ബാക്കിയുള്ളതിൻ്റെ കാര്യം ഞാൻ കുറച്ച് സമയം എടുക്കേണ്ടതുണ്ട്. ഓക്കെ, എന്തായാലും ബൈ, താങ്ക് യു.